ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വീട്ടിലൊരു മരണം നടന്നു കഴിഞ്ഞാ സാധാരണ തിരുമേനിയുടെ ആൾക്കാരിങ്ങനെ പുറത്തിറങ്ങാറില്ലല്ലോ. വരേണ്ടി വന്നു. അത്രയും പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മളുമായിട്ട് ഒരു യുദ്ധം തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ യുദ്ധം ജയിക്കാൻ അയാളെ കൊണ്ടാവുന്ന മാർഗങ്ങൾ മുഴുവൻ അയാൾ നോക്കും. മാഡം, അയാളെ മറികടന്ന് നമ്മൾ കണ്ടെത്തിയ തെളിവുകളെല്ലാം കോടതി ബോധ്യപ്പെട്ടതല്ലേ? യെസ്, കോടതിക്ക് മാത്രമല്ലല്ലോ ആ തെളിവുകളെ കുറിച്ച് സിഐക്കും അറിയാം. സോ അത് മാനിപ്പുലേറ്റ് ചെയ്യാനായിരിക്കും അയാളുടെ ശ്രമം. പ്രിയങ്കയെ ആര് കൊന്നു എന്നതിന് ഇപ്പോഴും കൃത്യമായ ഉത്തരവില്ല. ചന്ദ്രശേഖരൻ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവാം. സിഐ അതിന് കൂട്ടുനിന്നിട്ടുണ്ടാവാം. ചന്ദ്രശേഖരന്റെ മകൻ ഗൗതം ചിലപ്പോ ഇതൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ടാവാം. ഇതൊക്കെ കണക്കുകൂട്ടലുകൾ മാത്രമാണ്. പക്ഷെ കോടതിക്ക് മുന്നിലെത്തുമ്പോ കൃത്യമായ എവിഡൻസ് വേണം. രക്ഷപ്പെടാൻ ഒരവസരം പോലും അവർക്ക് കൊടുക്കാൻ പാടില്ല. പ്രമോദ്, ആ കൊലപാതകം നടന്ന ഏരിയയിൽ ഒന്ന് പോണം. അവിടുന്ന് കിട്ടാവുന്ന മാക്സിമം ഡീറ്റെയിൽസ് എടുക്കണം. ദൃക്സാക്ഷികളുടെ മൊഴി അനുസരിച്ച് പ്രിയങ്ക കൊല്ലപ്പെടുന്നതിന്റെ തലേ ദിവസം അവിടെ ഒരു നാടോടി സംഘം ഉണ്ടായിരുന്നു. അവർക്ക് ഇതുമായി എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോന്ന് അറിയില്ല. പക്ഷെ നമ്മൾ സംശയിക്കണം. ആ നാടോടി സംഘം എങ്ങോട്ടാ മൂവ് ചെയ്തെന്ന് നമ്മൾ അന്വേഷിക്കണം. ഓക്കേ മാഡം. ശ്വേത, അഡ്വക്കേറ്റ് മുകുന്ദനുടെ ഓഫീസിലൊന്ന് പോണം. കേസിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തിയതുകൊണ്ട് സ്വാഭാവികമായും ചന്ദ്രശേഖരനോട് അയാൾക്ക് വൈരാഗ്യം ഉണ്ടാകാം. അയാളിൽ നിന്ന് എന്തെങ്കിലും വീട് കിട്ടുമെന്ന് നോക്കാം. ഓക്കെ മാഡം. ഈവനിങ് 5:30 നമ്മൾ മീറ്റ് ചെയ്യുന്നു. എനിക്ക് പേഴ്സണൽ ആയ ഒരാളെ കാണാനുണ്ട്. നിങ്ങൾ പൊക്കോളൂ. മാഡം, തനിച്ചൊരു യാത്ര? ഭീഷണി എപ്പോഴും അന്തരീക്ഷത്തിലുണ്ടല്ലോ പ്രമോദ്. വഴങ്ങിക്കൊടുത്ത അത് നമ്മുടെ പ്രവർത്തനങ്ങളെ ബാധിക്കും. സോ ലീവ് ഇറ്റ്. മൂർച്ചയുള്ളതിനെ പ്രതിരോധിച്ച നമ്മുടെ മൂർച്ച കൂടും. മാഡത്തിന് ഈ ഭൂമിയിൽ ഒരാളെ പോലും പേടിയില്ല. അങ്ങനെയും ചിലർ ഉണ്ടാവണം. അല്ലെങ്കിൽ ഈ നിയമവ്യവസ്ഥ മുഴുവൻ പുഴിയൊരിച്ചു പോകും. വരൂ, അകത്തേക്ക് വരൂ. എല്ലാരും ഉണ്ടല്ലോ അല്ലേ ഇവിടെ? ആ, എല്ലാരും ഉണ്ട്. വരൂ, അകത്തേക്ക് വരൂ. ഇരിക്കൂ. വരൂ.
വരണം കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു യശോദേ. പക്ഷേ വന്നിട്ട് പരസ്പരം എന്ത് പറയാനാ? പതുക്കെ പതുക്കെ എല്ലാം മറക്കാൻ ശ്രമിക്കുക. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? പ്രിയങ്കയ്ക്ക് വേണ്ടിയുള്ള ചടങ്ങുകൾ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി. ഇല്ല, വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. നമസ്കാരം തിരുമേനി, ഇരിക്കൂ. ആരാ അങ്ങോട്ടും ഇങ്ങോട്ടും ഖേദം പറയേണ്ടതെന്ന് അറിയില്ല തിരുമേനി. വിധിയിൽ വിശ്വസിക്കുന്നവരാണല്ലോ നമ്മളൊക്കെ. ദൈവഹിതമായിട്ട് നമുക്കിതിനെ കാണാം, അല്ലേ? അതെ, ഓർമ്മ വെച്ച നാള് മുതല് ദൈവനാമം മാത്രമാണ് എന്റെ നാവില്. അതിൽ ഇതുവരെ കടുകിട വ്യത്യാസം വന്നിട്ടില്ല. ദൈവയിച്ചയെ മറികടക്കാൻ നമുക്കാവില്ലല്ലോ. പോയവര് പോയി. ബാക്കിയുള്ളവർക്കും ജീവിച്ചല്ലേ പറ്റൂ. വീട്ടിലൊരു മരണം നടന്നു കഴിഞ്ഞാ സാധാരണ തിരുമേനിയുടെ ആൾക്കാരിങ്ങനെ പുറത്തിറങ്ങാറില്ലല്ലോ. വരേണ്ടി വന്നു. അത്രയും പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. പത്മിനി എന്താ ഒന്നും സംസാരിക്കാത്തെ? അമ്മയ്ക്ക് പ്രിയങ്കയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ബാക്കി എല്ലാരും അവളെ മറന്നാലും അമ്മയ്ക്ക് മറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എല്ലാവരോടായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. വരുണിന്റെ വിവാഹ ദിവസം വിവാഹ മണ്ഡപത്തിൽ വെച്ചൊരു അബദ്ധം പറ്റിയിരുന്നു. അതെന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാം. അന്നേ ദിവസം തന്നെ ഞാനിത് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും പ്രിയങ്ക വരുണിനോടൊപ്പം ഇങ്ങോട്ട് അയക്കില്ലായിരുന്നു.